ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെടുത്ത് നിങ്ങൾ കാണിക്കുന്ന സത്യസന്ധമായ സ്നേഹം, ആ ഒരു ആത്മാർത്ഥതയൊക്കെ തിരിച്ച് നിങ്ങളടുത്തും ഈ ഒരു വ്യക്തി കാണിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. നോക്കാം. അവരുടെ ഓവറോൾ എനർജി എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. ഇനി ദി എംപ്രസ് ആണ് അവരുടെ ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ത്രീ ഓഫ് സോർഡ്സ്, അതായത് ഇവർ നിങ്ങൾക്ക് കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത്, അവരുടെ ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം എംപ്രസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എംപ്രസ് എന്ന് പറയുമ്പോൾ ആ ഒരു നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന, ആ സ്നേഹമൊക്കെ തന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളടുത്ത് നിന്നൊരു വ്യക്തിയാണ്. ഒരു വിശ്വാസപൂർവ്വം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളും ഇങ്ങനെ തന്നെയാണ്. അതായത് സത്യസന്ധമായ സ്നേഹം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്, ആത്മാർത്ഥമായ സ്നേഹമാണ് നിങ്ങൾ ഈ വ്യക്തിയെടുത്ത് കാണിച്ച് തിരിച്ചും ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കിത് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയത്ത് പിന്നീട് നമ്മുടെ ഓവറോൾ എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരു വ്യക്തി നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ചിന്താഗതിയിൽ പോലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഒരു കെയറിങ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന, സ്നേഹമൊക്കെ പിന്നീട് അങ്ങോട്ട് കുറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സ്നേഹം ഉള്ളിൽ ഒരുപാടുണ്ട്, എന്നാൽ ആൾ പുറത്ത് ചില സാഹചര്യത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഒരു ദേഷ്യം ഈ വ്യക്തിക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സത്യസന്ധമായ സ്നേഹമാണ്, പക്ഷെ ഒരു ബാലൻസിലേക്ക് വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സ്നേഹം സത്യസന്ധമാണ് കേട്ടോ. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ ടു ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബാലൻസ് വരുത്താനായിട്ട് ഈ വ്യക്തി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ആ വ്യക്തിയുടെ എക്സ് കയറി വന്നതോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലിയിൽ ഇപ്പോൾ അവരുടെ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഡിവോഴ്സായ വ്യക്തികളായിരിക്കാം അവർ. പക്ഷെ വീണ്ടും അവരുടെ വൈഫോ ഹസ്ബൻഡോ അവരുടെ ജീവിതത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരിക, അങ്ങനെയുള്ള എനർജിയും വരാം. അതുപോലെ തന്നെ എക്സ് കയറി വരാം. അതുപോലെ തന്നെ അവർക്ക് പുതിയൊരു കണക്ഷൻ പെട്ടെന്ന് അവരിലേക്ക് കയറി വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവരുടെ സ്നേഹം ഒരു സമയം വരെ നിങ്ങളടുത്ത് ഒരു ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു. അതിനുശേഷമാണ് ഇവർക്കൊരു അങ്ങോട്ടൊരു കെയറിങ് ഒക്കെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഒരുപാട് സ്നേഹം അപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് നിങ്ങളടുത്ത് അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല. എന്ന് വെച്ച് സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വ്യക്തി മാക്സിമം ഇതൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ആൾ നോക്കുന്നുണ്ട്. ആൾക്കൊരു പ്രതീക്ഷയുണ്ട്, ആൾക്കൊരു ഹോപ്പുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അതായത് ഒരു പ്രതീക്ഷ വെക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത്. ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ആളുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അതുതന്നെയാണ് ഇതാ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി. അപ്പോൾ നിങ്ങൾ കൊടുത്ത സ്നേഹം ഈ വ്യക്തിക്ക് നിങ്ങളടുത്തും ഉണ്ട് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ ഒരു സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ ഒരു അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തേർഡ് പാർട്ടി ആയിരിക്കണം അവർ, അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നതുകൊണ്ടായിരിക്കണം അവർക്ക് ആ ഒരു ബന്ധത്തിൽ തുടരേണ്ടി വരുന്നത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് നിങ്ങൾ എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ തന്നെ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്നേഹമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ബാലൻസ് ആ വ്യക്തി ബാലൻസിലേക്ക് ഇത് വരാനാണ് ഈ ഒരു സമയം തൊട്ട് ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് നിങ്ങളെ വേണം, നിങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നില്ല. മാത്രം ചില സാഹചര്യത്തിൽ നിങ്ങളടുത്ത് പഴയ രീതിയിലേക്ക് പെരുമാറാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ആൾക്കുള്ളിലുണ്ട്. ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഈ വ്യക്തിക്കുണ്ട്. പക്ഷെ ആ പഴയ രീതിയിലേക്ക് ആൾക്ക് അത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. പക്ഷെ ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാലൻസ് വരാനായിട്ട് ഒരു ബാലൻസാണ് ആൾ ആഗ്രഹിക്കുന്നത്. അതാണ് കാണുന്നത് കേട്ടോ. ഇനി നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇത് തന്നെയാണ്, നിങ്ങളെ ആൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളെ ആൾ വാച്ച് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. നിങ്ങളെ സോഷ്യൽ മീഡിയ, നിങ്ങളിപ്പോഴും ഈ വ്യക്തി നിങ്ങളെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളടുത്ത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു വ്യക്തി ആയിരിക്കണം. എല്ലാം ഇവരുടെ പരിധിയിലാക്കാൻ വേണ്ടി നിങ്ങളെ കൂടുതലും ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. എല്ലാം ഇവർ പറയും പോലെ ആയിരിക്കണം നിങ്ങൾ നടക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ്ങിലായാലും എങ്ങനെ ആയാലും ഈ വ്യക്തിക്ക് ഒരു എന്താ പറയുക, നിങ്ങളടുത്ത് വല്ലാത്തൊരു ഇതാണ്, ഒരു പൊസസീവ്നെസ് ഒക്കെയാണ് ആൾക്കുള്ളത് നിങ്ങളടുത്ത്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തി എന്താണോ പറയുന്നത് അതുപോലെ നിൽക്കണം. അല്ലെങ്കിൽ വിളിച്ച കോൾ എടുത്തില്ലെങ്കിൽ അതായിരിക്കാം. ഇങ്ങനെ ആയാലും ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ പോലും ആളിപ്പോഴും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ലെസ് കോണ്ടാക്റ്റ് ആയാലും, ഇനിയിപ്പോൾ നിങ്ങൾ എന്നും വിളിക്കാറുണ്ടെങ്കിൽ പോലും ഇയാൾ നിങ്ങളെ ഒരുപാട് അന്വേഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ പരിശോധിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങളൊരു ഫാമിലി പോലെയാണ് ആൾ കാണുന്നത് പോലും. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ ചെറിയൊരു ഇണക്കം, ഒരു ദേഷ്യം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ഈഗോ ഉള്ള ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട്. തൊട്ടതിന് പിടിച്ചതിനൊക്കെ ഈഗോ കാണുന്നുണ്ടാവും. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും ഉണ്ടാവാം ഈഗോ. ഇവിടെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നത് എന്നതാണ് കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തിക്ക് നമുക്ക് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഒരു ബാലൻസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കുറച്ച് പേർക്ക് മാത്രം കാണുന്നത് കേട്ടോ, എല്ലാവർക്കും അല്ല. ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ചെറിയൊരു ബാലൻസ് ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകണം. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അത് കുറച്ച് പേരുടെ റീഡിങ് മാത്രം, എല്ലാവർക്കും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതും നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരു ഫിനാൻഷ്യലിൻ്റെ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ചർച്ചയിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. അതിലേക്കെല്ലാം ഒരു ബാലൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഒരു ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇവിടെ നിങ്ങളുമായിട്ട് ആ ഒരു സ്ട്രെങ്ത്താണ്. അതായത് ഈ ഒരു വ്യക്തി ഒരു കാരണവശാലും നിങ്ങളെ ഒഴിവാക്കില്ലെന്നാണ് നമുക്കിവിടെ കാണുന്നത്. കാരണം നിങ്ങൾ എത്രയൊക്കെ പിണങ്ങി നിന്നാലും കാട്ടിലെ സിംഹത്തിനെ ഇപ്പോൾ മെരുക്കിയെടുക്കുന്ന പോലെ നിങ്ങളെ അങ്ങോട്ട് മെരുക്കിയെടുക്കും ഈ വ്യക്തി. അതുപോലത്തെ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത്. നിങ്ങളെ ഒരു തരത്തിലും വിട്ടുപോകാനായിട്ട് ഈ വ്യക്തി സമ്മതിക്കില്ല എന്നതാണ് കാണുന്നത്. എങ്ങനെയായാലും ഈ വ്യക്തി നിങ്ങളെ വിട്ടുകളയില്ല. ഇപ്പം നോ കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങളൊന്ന് നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് വേണ്ട എന്ന് വിചാരിക്കുമ്പോഴേക്കും ആൾ തിരിച്ച് നിങ്ങളിലേക്ക് എത്തും. എങ്ങനെയായാലും നിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കില്ല. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ശരി, ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം. നിങ്ങളെ നേടാനായിട്ട് ഈ വ്യക്തി ആൾ നിങ്ങളെ മെരുക്കിയെടുക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത്. ആളുടെ ഒരു ഇത് എന്ന് പറയുന്നത് ആളുടെ ഒരു എംബ്രറാണ്. അപ്പോൾ ആൾക്കൊരു ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരു 25 വയസ്സിന് മുകളിൽ പ്രായമായിരിക്കാം ഈ വ്യക്തിയുടെ. ഒരു 25 മുതൽ മുകളിലേക്കായിരിക്കാം. ഒരു നല്ലൊരു മെച്ചുവേർഡായ ഒരു വ്യക്തിയുടെ എനർജിയാണ്. അല്ലെങ്കിൽ
നിങ്ങളെ എന്താ പറഞ്ഞാൽ ആൾക്കൊരു എല്ലാ കാര്യത്തിനും ഒരു അവരുടേതായ ഒരു ശരിയുണ്ട്. ആ ഒരു എന്ന് വെച്ചാൽ എല്ലാം അവരെങ്ങനെയാണോ പറയുന്നത് അതുപോലെ ആയിരിക്കണം. കുറച്ച് ഉത്തരവാദിത്വമുള്ള വ്യക്തിയുടെ എനർജി ആയിട്ടും കാണുന്നുണ്ട്. ഒരു ഉത്തരവാദിത്തം കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നത്തിൽ, കാരണം അവരുടേതായ കാര്യങ്ങളിലേക്ക് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരുടേതായ ഒരു കാര്യങ്ങളിലേക്ക് സ്നേഹം ഓവറായിട്ട് നിങ്ങളുടെ അടുത്ത് കാണിക്കില്ല എന്ന ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ചില സാഹചര്യത്തിൽ മനസ്സിലാവില്ല. ആദ്യമൊക്കെ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴും അതുണ്ട്, മാത്രം എന്തോ ഒരു സാഹചര്യം കൊണ്ട് ആൾക്ക് പറ്റാത്തതായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളോട് പക്ഷെ ഭയങ്കര കൺട്രോളായിരിക്കാം. നിങ്ങൾ ചില സാഹചര്യത്തിൽ ദേഷ്യം ഉണ്ടാവും, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരിക്കാം, കടുംപിടുത്തം, ഈഗോ ഒക്കെ ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. എന്നിരുന്നാലും ആ വ്യക്തിയുടെ കാര്യത്തിൽ, നിങ്ങളുടെ കാര്യത്തിൽ ഒരു ബാലൻസ്, ഈ ഒരു സ്നേഹം ബാലൻസിലേക്ക് വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ എത്രയൊക്കെ പിണങ്ങി മാറി നിൽക്കാൻ നോക്കിയാലും ഈ വ്യക്തി നിങ്ങളെ മെരുക്കിയെടുത്ത് അവരിലേക്ക് തന്നെ ആക്കി വെക്കും. അവർ ഒരിക്കലും ഒഴിവാക്കത്തില്ല നിങ്ങൾ കേട്ടോ. അപ്പോൾ അവരെങ്ങനെ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയാലും നിങ്ങളെങ്ങനെയെങ്കിലും പിടിച്ച് അവരുടേത് മാത്രമാക്കി വെക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം അവർക്ക് നിങ്ങൾ എവിടെയും പോകുന്ന ഇഷ്ടമല്ല, നിങ്ങൾ അവരെ വിട്ട് പോകുന്ന ഇഷ്ടമല്ല കേട്ടോ. അവർക്ക് നിങ്ങൾ എപ്പം അവരുടേത് മാത്രമാവണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ക്ലൂസ് എടുത്തു നോക്കി ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. കോട്ടയം, ഓഗസ്റ്റ്, പത്തനംതിട്ട, മകം, തൃക്കേട്ട. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. ജൂലൈ, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. എറണാകുളം, ഗ്രീൻ കളർ, ലെറ്റർ എ, കാസർഗോഡ്, ചിത്തിര, ഉത്രം, പൂയം, ലെറ്റർ ജെ ആണ്. എബ്രോഡുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം എബ്രോഡ്. ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകാം. ലെറ്റർ എച്ച് ആണ്. സെപ്റ്റംബർ, അശ്വതി. ലെറ്റർ എൻ ആണ്. ജി ആണ്. ലെറ്റർ ജി ആണ്. ലെറ്റർ ഡബ്ല്യു ആണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ. ലെറ്റർ ടി ആണ് വന്നിരിക്കുന്നത്. പൂരുരുട്ടാതി, കൊല്ലം. ലെറ്റർ യു, ഉത്രുട്ടാതി, സ്റ്റുഡൻറ്റ്, തിരുവാതിര, ഗ്രീൻ കളർ. ലെറ്റർ ക്യൂ ആണ്. 27. ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. 26, 16, 35. പിങ്ക് കളർ. ലെറ്റർ എക്സ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്